അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. കൊച്ചിയിൽ ഇൻഫോ പാർക്ക് മുങ്ങി. തിരുവനന്തപുരം, കൊല്ലം നഗരമേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കുറച്ച് സ്പീഡിൽ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ട്രാഫിക് കണ്ടോ. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, കൊച്ചിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഫോ പാർക്കിലെ സ്ഥിതി അങ്ങേയറ്റം പ്രതിസന്ധിയാണോ? എന്താണ് അവിടുത്തെ വെള്ളക്കെട്ട്? സജിത്ത്, കൊച്ചിയിൽ ആകമാനം വെള്ളക്കെട്ടുള്ള സ്ഥിതി ഇപ്പോഴില്ല. പക്ഷേ ഇൻഫോ പാർക്കിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഒന്ന്, അവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. പിന്നെ അതിൻ്റെ വശത്തു കൂടി ഒരു തോടുണ്ട്, അതും കൂടി നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് നിറയെ പായലാകെ കുളവാട പോലത്തെയുള്ള പായൽ നിറഞ്ഞു കിടന്ന് അത് ക്ലീൻ ചെയ്യാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസവും ഈ വെള്ളക്കെട്ടിലേക്ക് നയിച്ചത്. ബൈക്കുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന സാഹചര്യം കഴിഞ്ഞ മഴയിലുണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെ, അതേ ഇൻറ്റൻസിറ്റിയോട് കൂടിയുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മഴക്കാലപൂർവ്വ ശുചീകരണമോ അതല്ലെങ്കിൽ മറ്റ് മാസ്റ്റർ പ്ലാനുമായിട്ടുള്ള ഈ ബന്ധമാണ് അതിനുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ നഗരസഭ ഇങ്ങനെ മാസ്റ്റർ പ്ലാനിനെ പറ്റി വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചിരുന്നു. അല്ലെങ്കിൽ അത് തയ്യാറാക്കി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അത് നടപ്പിലാക്കിയാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഇൻഫോ പാർക്ക് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനാകുമെന്ന് തോന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പക്ഷേ മാധ്യമ വാർത്തകളെ തുടർന്നാണ് കൊച്ചിയിലെ മാലിന്യം കുറേയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അടിയന്തരമായി കൊച്ചിയിലെ മാലിന്യ ശരിക്കും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊച്ചിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്ത ഭാഗങ്ങൾ എവിടെയൊക്കെയാണ്, അതിനനുസരിച്ചുള്ള നടപടികൾ കൊച്ചി നഗരസഭ കൈക്കൊള്ളണമെന്ന് ഹൈക്കോടതി. പ്രേക്ഷകർ കാണുന്നതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട്. കൊച്ചി ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ടാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിരൂക്ഷമാണ് അവിടെ പ്രതിസന്ധി. കൊച്ചി നഗരമേഖലകളിൽ കാര്യമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിലും ഇൻഫോ പാർക്കിലെ സ്ഥിതി അതല്ല. നമുക്കറിയാം അതീവ പ്രാധാന്യമുള്ള ഇടമാണ്. പക്ഷേ അവിടെ ഈ തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടായി എന്നത് അങ്ങേയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അവിടെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. വളരെ വിദൂരമായ മുകളിൽ നിന്നുള്ള ഒരു ആകാശ ദൃശ്യമാണ് ഇൻഫോ പാർക്കിൻ്റെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് കൊച്ചി നേരിടുന്ന പ്രതിസന്ധി. കൊച്ചിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളി, അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇൻഫോ പാർക്കിൽ അനുഭവപ്പെടുന്നത്. കുറച്ച് സ്പീഡിൽ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ